ഹലോ, ദേവൂസ് ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ നന്ദുമോളും ദേവുമോളൊക്കെ ക്ലാസ്സിൽ പോയതാണ് കേട്ടോ. നമ്മുടെ ദേവുമോൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ 8:20 ക്ലാസ്സിലെത്തണം. ക്ലാസ്സിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം 5 മണിയാവും കേട്ടോ ആൾ തിരിച്ചു വരുമ്പോൾ. അപ്പം ഞങ്ങൾ ഇന്നൊന്ന് പുൽപ്പള്ളി വരെ പോകാമെന്ന് വിചാരിച്ചു. ഇത് എങ്ങോട്ടാണ് പോണേന്നല്ലേ? പുൽപ്പള്ളി വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. പുൽപ്പള്ളി ചേട്ടായിയുടെ വീട് പെരിക്കല്ലൂരാണ് കേട്ടോ. പുൽപ്പള്ളി പെരിക്കല്ലൂരിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇത് ഞങ്ങളുടെ ചുണ്ട ഭാഗമാണ് കേട്ടോ. ചുണ്ടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗവൺമെൻറ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് അയ്യപ്പന്മാരുടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മകരവിളക്കിന് പോകുന്നതെന്ന് തോന്നുന്നു. ആ ഒരു മല എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല അടിപൊളിയല്ലേ? അപ്പം അയ്യപ്പന്മാരുടെ ആ ഒരു വണ്ടി ഒരുപാട് അവരുടെ വണ്ടികളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. അപ്പം മകരവിളക്കിന് പോകുന്നതായിരിക്കാം. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. കൽപ്പറ്റ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ, നമ്മുടെ അന്നദാനം കഴിക്കാനൊക്കെ വന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ കണ്ടത് നെസ്റ്റോയാണ്. നമ്മുടെ നെസ്റ്റോയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അവിടെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, പോക്ക് നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ RFSLൊന്ന് കയറണമായിരുന്നു. നമ്മുടെ ഗോൾഡിൻ്റെ കുറച്ചൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി എൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് പോകുന്നത്. 2 ചെടികളുണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ എന്തോ ആ 2 ചെടികൾ, നമ്മുടെ സൺഡേ മൺഡേ ചെടിയില്ലേ, ഒരു പൂവ് തന്നെ 3 കളറാവുന്നത്, ആ ഒരു സംഭവം നമ്മുടെ ചട്ടിയിൽ നട്ടിട്ട്, അത് ഇച്ചിരി വലുതാവുന്ന ചെടിയല്ലേ, അത് ചട്ടിയിൽ നട്ടിട്ട് അത്ര ക്ലിയർ ആവുന്നില്ല കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്നുള്ള രീതിക്ക് നമ്മൾ പോവുകയാണ്. ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൻ്റെ അവിടെ കളിക്കുന്ന കാണുമ്പോൾ നൊസ്റ്റു അടിച്ചിട്ട് വയ്യ. എല്ലാവരും പണ്ട് വിദ്യാ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, പുളിമിഠായി മേടിക്കാനും ഒക്കെ ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. നൊസ്റ്റു. പിന്നെ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് ഈ ഒരു പിന്നെ പെട്രോൾ പമ്പ് എന്നായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എണ്ണ അടിക്കുന്നത് ആ ഒരു പെട്രോൾ പമ്പ് എന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വലിയ നല്ല വെയിലുള്ള കാലാവസ്ഥയൊന്നും അല്ല കേട്ടോ. വെയിൽ എന്ന് പറയാം, വെയിൽ അത്യാവശ്യത്തിന് വെയിലുണ്ട്. പെട്ടെന്നൊരു മങ്ങലും ചെറുതായിട്ട് മഴചാറ്റലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ. ഇപ്പോൾ ഈ കാണുന്ന വെയിൽ പോലെയല്ല, നല്ല എന്താ പറയുക, ഒരു മൂടലുണ്ടായിരുന്നു പോകുമ്പോൾ. പിന്നെ എന്താ വെച്ചാൽ അമ്മേൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അമ്മേൻ്റെ അടുത്ത് ആ ചെടി കൊടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പോൾ പോയാലും ഞങ്ങളുടെ ഈ ഒരു വഴി നമ്മുടെ കൽപ്പറ്റയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകം. കുറേ കാലമായി പണി തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും കുണ്ടും കുഴിയും അങ്ങനെ പോവുകയാണ്. ഒരു സ്ഥലത്തും കുറേ സ്ഥലത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറേ സ്ഥലമൊക്കെ ഇതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ കൂടെ അവർ ശരിക്കും പണിത് വരുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളെപ്പോൾ പോയാലും ഇതാണ് അവസ്ഥ. ഉള്ള കുഴിയിലൊക്കെ ചാടി അവിടെ എത്തണം. പിന്നെ കുറേ ദിവസങ്ങളായി തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലവറിൻ്റെ ഒരു പ്രൊമോഷൻ കിട്ടിയത് അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കേണിച്ചിറ എത്തുന്നതിൻ്റെ മുന്നേ, നമ്മുടെ കൽപ്പറ്റ പുൽപ്പള്ളി റോഡിന് കേണിച്ചിറ എത്തുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ആ ഒരു സ്പോട്ട് വരുന്നത്. അപ്പം വേണ്ടവർക്കൊക്കെ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ എരിയപ്പള്ളി ഭാഗത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു. അവിടെ തന്നെയായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, കരിമ്പ് ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും അവിടെ നിന്നായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തോ നമ്മുടെ നല്ല കാലം എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ കരിമ്പ് ജ്യൂസും ഇല്ല, ഒന്നുമില്ല, അടച്ചിട്ടേക്കുന്നു. പിന്നെ ഞങ്ങൾ താഴെങ്ങാടി പോയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. നാരങ്ങ വെള്ളം എന്നല്ല, ഒരു ലൈം കുടിച്ചതാണ്. അത് പൈനാപ്പിൾ ഇട്ടടിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, വിജയ സ്കൂള് താഴത്തെ സ്കൂളാണത്. ഇത് മുകളിലുള്ള സ്കൂളാണ് കേട്ടോ. ഇവിടെ +2 വരെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓർമ്മകളും എല്ലാം ഉള്ളത് ആ ഒരു സ്കൂളിലാണ്. പിന്നെ ചേട്ടായി പഠിച്ച സ്കൂള് മുള്ളംകൊല്ലി. ഇവിടെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ പുൽപ്പള്ളി ഉത്സവം നടന്നതിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുള്ളംകൊല്ലി പള്ളിയിൽ പെരുന്നാൾ വരുന്നത്. അപ്പം അങ്ങനെ വീടിൻ്റെ അവിടെ എത്താറായി. പക്ഷേ ഞങ്ങൾ വീട്ടിലോട്ട് തിരിഞ്ഞില്ല. എവിടെ പോയി എന്നല്ലേ, ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പുഴയിലേക്കാണ് കേട്ടോ. കബനി പുഴ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കബനി പുഴയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അക്കരെ ഭാഗം കർണാടകവും ഇക്കരെ ഭാഗം കേരളവുമാണ് കേട്ടോ.
അപ്പോൾ നമ്മളൊരു തോണിയിൽ പോകുന്ന ദൂരമേ ഉള്ളൂ അക്കരയ്ക്ക് കർണാടകത്തിലേക്ക് കിടക്കാനായിട്ട്. അപ്പം 2 സംസ്ഥാനങ്ങൾ അപ്പുറയും ഇപ്പുറയും. അതിൻ്റെ അവിടെ വലിയൊരു കൊക്കിനെ കണ്ടിട്ട് അങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൊക്ക്, ചെറിയ കൊക്കല്ല, വലിയൊരു കൊക്ക്. അപ്പം അങ്ങനെ ഞങ്ങളിതാ പുഴയിലൊക്കെ പോയി. പിന്നെ ഇവിടെ ചെറിയൊരു കടയുണ്ട്. ആ കട എന്ന് പറഞ്ഞത് ഇപ്പോൾ കാണിക്കുന്ന ഈ കടയാണ് കേട്ടോ. ഇത് ചേട്ടായിയുടെ അച്ഛൻ ഇരുന്ന് വർക്ക് ചെയ്ത കടയാണ് കേട്ടോ. ചേട്ടായിയൊക്കെ ഒരുപാട് നാൾ അവിടെ ഇങ്ങനെ പൂണ്ട് വിളയാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇത് ചേട്ടായിയുടെ ഏരിയ എന്ന് പറയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ പുഴയൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് അങ്ങനെ ആ പുഴയൊക്കെ കണ്ട് നല്ല രസമാണല്ലേ ശരിക്കും. ഈ പുഴയിലോട്ടൊക്കെ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. എന്ത് രസമല്ലേ ശരിക്കും. ഇതാ ആ അക്കരെ ഭാഗം കാണുന്നത് കർണാടകമാണ് കേട്ടോ. അവിടെയുള്ളവരൊക്കെ കർണാടകക്കാരും ഇപ്പറയുള്ളവർ കേരളക്കാരും. ഒരു പുഴയുടെ അക്കരെ ഇക്കരെ എന്താലേ. എന്നാൽ അക്കരെയുള്ളവർ ഇതാ ഈ കേരളത്തെ ആശ്രയിച്ച് തോണി കടന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ഉള്ളവർ അങ്ങോട്ടും പോവാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തോണിയുടെ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു പുഴയ്ക്ക് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഇവിടുത്തെ ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ചേട്ടായിയുടെ വീട്ടിൽ പോയി. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ എങ്ങാനും പുഴയിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ ദേവും നന്ദും കൂടെ എന്നെ കൊല്ലും. കാരണം എന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോകാതെയാണല്ലോ പോയിട്ടുള്ളത്. അവർ സ്കൂളിലേക്ക് പോയ തക്കം നോക്കി ഞങ്ങൾ പോയത്. അപ്പോൾ തക്കം നോക്കിയെന്നല്ല, ഞങ്ങൾക്ക് എന്തോ അത്യാവശ്യ കാര്യങ്ങൾ ചേട്ടായിക്കും ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ് കേട്ടോ. ഇത് നിറച്ച് അമ്മയുടെ ചെടികളാണ് കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. ഞാൻ കൊണ്ടുപോയ ചെടിയാണ് കേട്ടോ അത്. നമുക്കിവിടെ വെച്ചിട്ട് എന്തോ ഇതാണ് എന്താ പറയുക സൺഡേ മൺഡേ ആ പൂവ് വിരിയുന്നതാണ് കേട്ടോ. പക്ഷെ അത് ചെടിച്ചട്ടി നമുക്കിവിടെ 2nd ഫ്ലോർ ആയതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിടാനൊന്നും പറ്റൂലല്ലോ. ചെടിച്ചട്ടിയിൽ തന്നെ കുഴിച്ചിടണ്ടേ. അതങ്ങ് വളർന്ന് കിട്ടുന്നില്ല, മുരടിച്ച് നിൽക്കുക. എന്നാൽ പിന്നെ അവിടെ കൊണ്ടുപോയി നടാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു തൽക്കാലത്തേക്ക് ചെടിച്ചട്ടി തന്നെ ഇരിക്കട്ടെ, അത് മണ്ണിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പറിച്ച് നടലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ചെടിച്ചട്ടി തന്നെ തൽക്കാലത്തേക്ക് വെച്ചാണ്. ഇപ്പോൾ അടുത്ത് തന്നെ വീട് പണിയുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അവിടെ നല്ലോണം മണ്ണിൽ കുഴിച്ചിടാമെന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ 2 കപ്പളങ്ങ പറിക്കാൻ പോയതാണ്. അടുത്ത വീട്ടിൽ കുറേ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കളർ കണ്ടു കഴിഞ്ഞപ്പോൾ പറിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ആളിതാ തോട്ടിയും കുന്തമൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ചെന്ന് പറിച്ച് താഴെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് കിളി കൊത്തിയതാണ് കേട്ടോ. 2 കിളികളുണ്ടായിരുന്നു കാര്യം അവിടെ. പക്ഷെ ആ കളർ കണ്ടപ്പം നമുക്കതൊന്ന് പറിക്കണമെന്ന് തോന്നി. പറിച്ച് കഴിഞ്ഞപ്പോഴത്തേത് അതിൻ്റെ കിളിയൊക്കെ കൊത്തി നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കത് കിട്ടിയില്ല. അത് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. എന്നാൽ പിന്നെ ബാക്കി കിളി തിന്നോട്ടേ വിചാരിച്ചിട്ട് ആ മരത്തെ തന്നെ കൊത്തി വെച്ചിട്ട് പോന്നു കേട്ടോ. അതുങ്ങൾക്കും വേണ്ട തീറ്റയൊക്കെ അല്ലേ. നമ്മൾ മാത്രം എല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതാ കഴിച്ചോ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ചേട്ടായിയുടെ വീടും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ എന്താ പറയുക കപ്പളങ്ങ പഴുത്ത കാര്യവും അതുപോലെ തന്നെ ചെടി നടുന്ന കാര്യവും വീട് പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവിടെയുണ്ട് ഒരുപാട് കപ്പളങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയാമെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ ഒന്ന് പഴുത്തത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കസേര വെച്ച് കയറി നിന്നാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ള പലക എന്തൊക്കെയോ എടുത്തിട്ട് ചേട്ടായി അത് പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കപ്പളങ്ങ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടൂലല്ലോ. ഇവിടെ കൊടുക്കുകയാണെങ്കിൽ തന്നെ പൈസ കൊടുത്ത് മേടിക്കണ്ടേ. അപ്പം വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഈ കപ്പളങ്ങ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാണ് അതൊക്കെ. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നന്ദുമോക്കും ദേവുമോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉപ്പേരി വെച്ച് കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോകുമ്പം എന്താ പറയുക പച്ചക്കപ്പളങ്ങയും പിന്നെ അതുപോലെ പഴുത്തതുണ്ടെങ്കിൽ അതും കൊണ്ടുവരും കേട്ടോ. കുമ്പളങ്ങയൊക്കെ അമ്മ നട്ട് വളർത്തുന്നതാണ് കേട്ടോ. ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പയറായിട്ടും ഒക്കെ. അപ്പം ഇത് പഴയ വീടാണ്, ആദ്യത്തെ വീടാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ പൊളിച്ച് ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ പണിയാമെന്നുള്ള രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പം അത് പറ്റുവാണെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെച്ച കപ്പളങ്ങ. അപ്പം ചെടികൾ ഒരുപാട് ഞാൻ ഇവിടുന്ന് ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ അമ്മയുടെ ചെടികളാണ്. ഇത് ചാമ്പങ്ങ. എന്ത് ചാമ്പങ്ങ? എന്തോ ഒരു ചാമ്പങ്ങ എന്ന് പറയും. അപ്പം അതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 5 മണിയാകുമ്പോൾ നമ്മുടെ ദേവുമോളും നന്ദുമോളും ഒക്കെ വരും. അപ്പോൾ നന്ദുമോള് ദേവുമോള് വരുന്നത് വരെ കാത്തുക്കൂട്ടോ. നന്ദുവിനെ 4 മണിക്ക് വിടും, ദേവുവിന് 5 മണിയാവും വിടുമ്പോൾ. അപ്പോൾ ദേവു വരുന്നത് വരെ അവിടെ കാത്തുക്കും. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഞങ്ങളങ്ങനെ തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ ഒരു റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളൊരു കുടിസ് വഴി കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിലേ പോകുന്ന ഒരു പട്ടിക്കുട്ടിയൊക്കെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോരാൻ പറ്റാത്ത രീതിക്കൊക്കെ തടസ്സം നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല രസമാണ്, നല്ലൊരു ഗുണ്ടുമണിയായിട്ടുള്ളൊരു ഇത്. പിന്നെ നമ്മുടെ ഫ്ലവർ, ഇത് നമുക്കൊരു പ്രൊമോഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പം കുറഞ്ഞ വിലയിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെടികൾ, ബോഗൺവില്ല അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് പിന്നെ നമ്മുടെ ഒരു ചൂരൽമല പോലെ ചെറുതായിട്ടൊരു ഉരുൾപൊട്ടലുണ്ടായ ഒരു മലയാണ് കേട്ടോ. കൽപ്പറ്റയിൽ നിന്ന് പോരുമ്പോൾ ഉള്ള ഒരു വീഡിയോയാണത്. അത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. ചെറിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം കേട്ടോ. ആർക്കും ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. ആ മലേൻ്റെ മുകളിൽ നിന്ന് അത് ആ പാട് കാണുന്നുണ്ടായില്ലേ, അതിൻ്റെ അടയാളം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ മേടിച്ചു ഇന്നത്തെ മുള്ളനാട്ടോ മേടിച്ചത്. മത്തിയല്ല, മത്തി കാണിച്ചു എന്നേ ഉള്ളൂ, മുള്ളനാണ് മേടിച്ചത്. മുള്ളൻ മേടിച്ച് നമ്മൾ പോന്നു. പിന്നെ നമ്മുടെ നന്ദുമൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ കൽപ്പറ്റ ചട്ടിയും ചോറും എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ല ചട്ടിപ്പത്തിരി കിട്ടും, അത് മേടിച്ചത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.